ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ അടുക്കളയിൽ നോക്കുമ്പോൾ നല്ല കപ്പയും ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കപ്പ കഴിക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം നമ്മൾ വെറുതെ ഒക്കെ ഇരുന്നു കേട്ടോ. അത് അന്നേരം ഫുഡ് കഴിക്കാനുള്ള സമയമായി. പിന്നെ നമ്മൾ ചോറുണ്ടോ, ചോറിന് ക്യാബേജ് തോരനും ചിക്കൻ കറിയും പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, മറന്നു പോയിട്ടോ ഞാൻ എടുക്കാൻ. പിന്നെ ഞാൻ നോക്കുമ്പോൾ മമ്മി ഇരുന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു. ഈ തയ്ക്കുന്ന മമ്മിമാരുള്ള മക്കൾക്ക് നല്ല സുഖമായിരിക്കില്ലേ. എനിക്കത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കിട്ടു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എയർ ഇന്ത്യയുടെ എയർ ക്രാഷിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടമായിപ്പോയി. പിന്നെ അതിന് വന്നപ്പോൾ നമുക്ക് ഈ മിലിമിഠായി ഇല്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ നോക്കും മമ്മി ഇത് ചായ ഒക്കെ ഉണ്ടാക്കി. മമ്മി 2 പാത്രത്തിൽ ചായ ഉണ്ടാക്കി പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി. പക്ഷേ ലാസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങിയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു കൂടെ കഴിക്കാൻ. ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ ടൗണിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. നമുക്ക് ഡെയിലി ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ വാങ്ങിയത്. നിലമ്പൂർ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിലമ്പൂർ മൊത്തം അതിൻ്റെ ഒരു ചൂടിൽ നിൽക്കുന്നൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഷൂ വാങ്ങാനുണ്ടായിരുന്നു, വൈറ്റ് കളർ ഷൂ. അപ്പൂന് +1ലേക്കുള്ള ക്ലാസ്സൊക്കെ തുടങ്ങുന്നതുകൊണ്ട് അവൻ്റെ ബാഗ് വേണം, ഇപ്പോഴത്തെ സ്റ്റൈലിലുള്ള ബാഗ് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും അപ്പൂനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ അനുവിനോട് ചോദിക്കുമായിരുന്നു, അനു നിനക്ക് എന്തെങ്കിലും വേണ്ടേന്ന്. അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര ചെരുപ്പ് കണ്ടാലും നമ്മളൊന്ന് നോക്കി നിൽക്കൂലേ, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ നേരെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു കോഫി കുടിച്ച് ഒരു കേക്കും കഴിച്ചു കേട്ടോ. നല്ല കേക്കായിരുന്നു, നല്ല കോഫി ആയിരുന്നു. നിനക്ക് മാത്രം സ്കൂളിൽ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് കഴിക്കേണ്ടി വന്നു. നിങ്ങൾ ആരും സ്കൂളിൽ പോകുന്നില്ലല്ലോ. നാളെ ഒന്നുമില്ല സ്കൂളിലേക്ക്, പട്ടിണി. അനുവിന് സ്കൂളിൽ കൊണ്ടുവന്ന ചിക്കൻ വറുത്ത് ഞങ്ങളെടുത്ത് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള കച്ചറയായിരുന്നു കേട്ടോ അവളുടേത്. പിന്നെ അപ്പോൾ വന്നിട്ട് അപ്പൂൻ്റെ ബാഗിൻ്റെ ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വറുത്തത് ചിക്കൻ അല്ലായിരുന്നു ഗൈസ്, മീനായിരുന്നു. അതൊക്കെ കൂട്ടി ചോറിൻ്റെ കിടന്നു കേട്ടോ. ബൈ.